ശ്രീ വസന്ത്, ഇവിടെ ഇവിടെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് കസ്റ്റഡി എടുക്കുന്നില്ല എന്നൊക്കെയുള്ളത് അന്വേഷണ സംഘം പറയട്ടെ. അവർക്ക് അവരുടെ കാരണങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഹൈക്കോടതി മറ്റൊരു വേറൊരു ബെഞ്ചാണെങ്കിലും ഗുരുതരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റിയെ നിശിതമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല ഇന്നലത്തെ 2 അറസ്റ്റുകൾ. കേവലം കവർച്ചാ കേസിനപ്പുറം അതിൽ മാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ല, അത് കോടതി തന്നെയാണ്. ഇന്നലെ പലയാവർത്തി അത് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റവാളികളെ കേരളത്തിന് മുന്നിൽ നിർത്താനുള്ള ഇച്ഛാശക്തി എസ് ഐ ടിക്ക് ഉണ്ടോ എന്നതാണ് ചോദ്യം. ശ്രീ വസന്ത് അതിന് മറുപടി പറയുമ്പോൾ തന്നെ ശ്രീ പി കെ ഗോപൻ പറയുകയായിരുന്നു, അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നാൽ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ വന്നവർക്ക് നേരെ തിരിഞ്ഞുകൊത്തുന്ന തെളിവുകൾ ഈ അന്വേഷണത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോണിയാഗാന്ധി സന്ദർശനമൊക്കെയാണ് വസന്ത്. അന്വേഷണം കഴിഞ്ഞ് പൂർണ്ണാന്വേഷണം കഴിഞ്ഞ് ഹാഷ്മി അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. അന്നും ഞാൻ പാടും സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് വളരെ കോൺഫിഡൻ്റായി. ഇതിലും നല്ല ഇന്ന് ഇച്ചിരി ശബ്ദമൊക്കെ പോയിട്ടുണ്ട്, ഇച്ചിരി കൂടെ താളബോധത്തോടു കൂടി അന്ന് സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടാൻ എനിക്ക് സാധിക്കും. അങ്ങ് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഹാൻഡ് കഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാലോ എന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട്, വിവിധ ഓർഡറുകളുമായി ബന്ധപ്പെട്ട്, ബെയിൽ ആപ്ലിക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിൻ്റെ ഓർഡർ ആവട്ടെ, ഈ വിവിധ ഓർഡറുകളിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന്, അതായത് 19-ാം തീയതി വന്ന ബെയിൽ ആപ്ലിക്കേഷൻ, 81 പേജുള്ള ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഓർഡറിൽ ഏതാണ്ട് 9 തവണയാണ് ബിഗ് ഗൺസ് ബിഗ് ഗൺസ് ബിഗ് ഗൺസ് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി പറയുന്നത്. അതിൻ്റെ 32-ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. അതിൽ കൃത്യമായി പറയുകയാണ്, willful lapses in the investigation of serious cases including corruption should be avoided to secure defect-free investigation and eventful prosecution. When the investigation in the serious cases including corruption is not fully defeat-free, without any loophole in the corrupt person, including the big guns involved therein, lapses. ഇതേ തൊട്ട് മുമ്പ് പറഞ്ഞു വൻതോക്ക് അത് മന്ത്രിയാണോ തന്ത്രിയാണോ ആർക്കും നമുക്കറിയില്ലോ. അത് വ്യക്തമാകുമ്പോൾ അത് പറഞ്ഞാൽ പോരെ. ഇനി മറ്റാരെങ്കിലും ആണോ? ഇനി വല്ല അന്താരാഷ്ട്ര സുഭാഷ് കപൂർ ചേട്ടനോ അതിനോ വല്ലതും ആണോ? നമുക്കറിയില്ലോ. അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്വേഷണ സംഘത്തിന് ഒരു വിൽഫുൾ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് 19-ാം തീയതി വന്ന ഓർഡറിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ആ വിൽഫുൾ ലാപ്സ് ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് പിക്ക് ചെയ്ത സംഘത്തെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായി വരികയാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ ആണെങ്കിലും ഇതിന് ഇടയിൽ നിന്നൊരു കൂട്ടരുണ്ട്. അവിടെ നിന്ന് സ്വർണം വളരെ ടെക്നിക്കലായി, വളരെ ഈ പറയുന്ന ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകാനും അത് കൊണ്ടുപോയ ശേഷം അത് മറച്ചു വെക്കാനും കൂട്ടുനിന്ന കൂട്ടരുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പത്മകുമാർ അറസ്റ്റിലാവുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോയ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടി വായിക്കേണ്ടത്. എന്താണ് പത്മകുമാർ പറഞ്ഞത്? ഞാനൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ വാസുവേട്ടൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചോദിച്ചത് പത്മകുമാറാണെന്നേ. അവിടെ ദൈവസമാനരായ പലരും വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, വി ഡി സതീശൻ അല്ല ഗോപകുമാറെ. ആ പറഞ്ഞത് പത്മകുമാറാണ്, നിങ്ങളുടെ CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായ പത്മകുമാർ. ആ പത്മകുമാറാണ് പറഞ്ഞത്, സ്വർണം ചിരണ്ടി നിങ്ങൾ ചെമ്പാക്കിയതുപോലെ ഈ അന്വേഷണത്തിൽ സ്വർണം ചിരണ്ടി എത്തുമ്പോൾ ആ ചെമ്പ് വെളിവാക്കപ്പെടും. ആ ചെമ്പിൽ ദൈവസമാനരായിട്ടുള്ളത് ആരാണ് എന്ന് വെളിവാക്കപ്പെടും. അവിടെയാണ് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയിലേക്കും ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക് ആരെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ കൊടുത്തത് ആരാണ് എന്നതിലേക്കും എത്തപ്പെടേണ്ടത്. സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് ദൈവസമാനർ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ, ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടാണല്ലോ തിരുവനന്തപുരത്ത് തിരുവാതിര കളിച്ച് ആരാണ് ദൈവം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ CPM മുമ്പിൽ വെച്ചിരിക്കുന്ന, പ്രസന്റ് ചെയ്തിരിക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരുടെ മുമ്പിൽ CPM അവതരിപ്പിച്ചിരിക്കുന്ന, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ദൈവം അത് പിണറായി വിജയനാണ്. ആ ദൈവമാണോ, ആ ദൈവത്തിന്റെ കൈകളാണോ ഇതിന്റെ പിന്നിലുള്ളത് എന്നത് സ്വാഭാവികമായും അന്വേഷണ സംഘം അന്വേഷിച്ചെത്തേണ്ടതാണ്. അവിടെയാണ് ഒരു വിൽഫുൾ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കേരളത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗോപൻ ഒരു കാര്യം കൂടി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ PK, അതാണ് അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ PK ഗോപൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഗീബൽസൺ
തന്ത്രത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ജർമ്മനിയിൽ എവിടെയോ പോയി ഗീബൽസിൻ തന്ത്രത്തിൽ, അതായത് ഇങ്ങനെ നുണ പറഞ്ഞ് അത് സത്യമാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം അടൂർ പ്രകാശിന്റെ പേര് പറയുന്നത് കേട്ടു, പിന്നീട് വി ഡി സതീശന്റെ പേര് പറയുന്നത് കേട്ടു. ആർജം ഉണ്ടെങ്കിൽ നിങ്ങളുടെ SIT കേസെടുത്ത് FIR പേരെടുത്ത് ഉള്ളിലിടാൻ പറയൂ. ഞങ്ങളാരും അവരുടെ പുറകെ പോകാൻ പോകുന്നില്ല. ഞങ്ങളാരും അയാളെ ഈ പറയുന്ന ഈ കേസിൽ ആരെങ്കിലും പ്രതി ചേർക്കപ്പെട്ടാൽ അവരെ അതാത് കമ്മിറ്റികളിൽ നിലനിർത്തിക്കൊണ്ട് അയാളെ കൂടെ കേട്ടിട്ട് ഇനി പുറത്താക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ പോകുന്നില്ല. അല്ലാതെ വെറുതെ കരക്കിരുന്ന് വായ്ത്താളം അടിച്ച് കോൺഗ്രസ്സുകാർ മുഴുവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല. ജനം ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഹൈക്കോടതി ഇത് വളരെ വിജിലന്റായി സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.